ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇതൊരു പുതിയ കറിയാണ് നമ്മുടെ തമിഴ്നാട്ടുകാർ വെക്കുന്നത്. എപ്പോഴും യൂട്യൂബിലൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതി വരും. പക്ഷേ ഇവിടെ ആരും കഴിക്കാത്തതുകൊണ്ട് ആരണം ഞാനും അല്ലേ ഉള്ളൂ. അപ്പോൾ ആരൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ വെക്കാറില്ല. പക്ഷേ ഇന്ന് ഞാനതങ്ങ് വെക്കുക കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം ഞാനിവിടെ മാംഗ്ലൂർ റിലയൻസിൽ നിന്ന് വാങ്ങിച്ചതാണ് ചെറിയ കത്രിക്ക, കുഞ്ഞത്. അത് കണ്ടപ്പോൾ എനിക്കിതെന്നാൽ ഒന്ന് വെക്കണമെന്ന് വാശി. അപ്പോൾ ഇത് തമിഴ്നാട്ടുകാർ നല്ലെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ച് വെളിച്ചെണ്ണയിലത് തിരിച്ചും മറിച്ച് വിട്ടൊന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കും. ഭയങ്കര ടേസ്റ്റായിട്ട് നമ്മുടെ ഈ വറുത്തരച്ച് വെക്കുന്ന കറിയില്ലേ അതുപോലെ തീയൽ പോലെയൊക്കെ അതങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ സവാള, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, തക്കാളി, പച്ചമുളകും ഇടാൻ കേട്ടോ, ഞാൻ ഇട്ടില്ല. ഇത്രയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കും. വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും സവാളയും. വെളുത്തുള്ളി ഇട്ടത് കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് തവി കോരി കാണിക്കുന്നത്. വീഡിയോ പിടിക്കാൻ മറന്നുപോയി. ചെറിയ കഷ്ണം ഇഞ്ചി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറിന്. നല്ല മണവും നല്ല ടേസ്റ്റും. ഇനി അത് കോരി മിക്സിയുടെ ജാറിലോട്ടിടണം. ആറിയിട്ടേ അരയ്ക്കാവുള്ളേ. എന്നിട്ട് തേങ്ങ നമ്മൾ ചിരകിയോ അല്ലെങ്കിൽ ഇതുപോലെ കഷ്ണങ്ങളാക്കിയോ ആ എണ്ണയിലോട്ടിട്ടൊന്ന് വറുത്ത് മിക്സിയിലോട്ടിടണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങയും ആ തക്കാളിയും സവാളയൊക്കെ വഴറ്റിയതും എല്ലാം കൂടെ ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നാ മണവും ടേസ്റ്റുമാണെന്നറിയാമോ. നല്ല ചൂട് ചോറും ഈ ഒരൊറ്റ കറിയും മതി. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. അതിലോട്ട് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം കുരുമുളക് പൊടി, നമുക്ക് പെരിഞ്ജീരകവും ചേർക്കാം, സാദാ ജീരകവും ചേർക്കാം. എനിക്ക് അതിൻ്റെ ചുവ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അത് രണ്ടും ചേർത്തില്ല. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് അരച്ച് അരപ്പിട്ട് നല്ല എണ്ണ തെളിയുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് ആവശ്യത്തിന് നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും ഒഴിച്ചാൽ മതി. ഞാൻ ഒത്തിരി ഒഴിച്ചില്ല, കുറുകിയിരിക്കുന്ന ടേസ്റ്റ്. തമിഴ്നാട്ടുകാർക്ക് അത് ഇച്ചിരി നല്ല വെള്ളമായിട്ട് നീണ്ടിരിക്കുന്ന ഇഷ്ടം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടു. ഉപ്പ് ഇപ്പോഴായിട്ട് കേട്ടോ. ജാറെല്ലാം കഴുകി വെള്ളമൊക്കെ ഒഴിച്ചു. എന്നിട്ട് ആ വറുത്ത് വച്ചിരിക്കുന്ന കത്രിക്ക അതിലോട്ടിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വാളംപുളി നമ്മുടെ പുളിക്കനുസരിച്ച് പിഴിഞ്ഞൊഴിക്കണം. മല്ലിയില ഇടാം കേട്ടോ, പക്ഷേ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഇട്ടില്ല. അടിപൊളി ടേസ്റ്റ്. ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണേ.